ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നു. അതായത് അറബികളുടെ വീട് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരു അറബിയുടെ വീട് എങ്ങനെയായിരിക്കും എന്ന് നമുക്കിതിനകത്തൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു പുതിയ വീടാണ്, പണി തീർന്നിട്ടില്ല, പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ കയറി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നാല് നിലകളാണ് ഈ വീട്ടിലുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് സ്ഥലം വളരെ കുറവാണ്. ഇതൊക്കെ VIP ഏരിയ ആണ്. VIP ഏരിയ ആകുമ്പം ഒരു വീട് വെക്കാൻ അത്രയും സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് അവർ പരിമിതമായ രീതിയിൽ ഉള്ള സ്പേസിൽ മാക്സിമം പണിയാവുന്നത്ര വലിയ വീടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഗാർഡനും ഫൗണ്ടനും വെള്ളവും ഒക്കെ ഉള്ള പരിപാടിയുണ്ട്. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡുകളിലും റോഡാണ്. ഫ്രണ്ടിലും ബാക്കിലും റോഡാണ്. അതായത് പൊക്കത്താഴ്ചയായിട്ടാണ്. അതായത് ബേസ്മെൻറ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോർ. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വീട് 3 നിലയാണ്, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ 4 നിലയാണ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു ഘടന. ബാക്കിൽ നിന്ന് വരുന്ന ആ റോഡിൽ നിന്നാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പാർക്കിംഗ് ഏരിയയിലേക്കൊക്കെ വണ്ടി പ്രവേശിക്കാനുള്ള സ്പേസ് ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി മുറ്റത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറച്ച് വണ്ടി പാർക്ക് ചെയ്യാൻ പുറത്ത് റോഡിനോട് ചേർത്ത് സൗകര്യമുണ്ട്. നല്ല സ്പേസുകളുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ. ഇതിപ്പം ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന എൻട്രൻസ് ഏരിയത്തിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് സിറ്റിങ്ങിനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീടാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോകുന്നത്. പിന്നെ ഇത് വാഷ് ഏരിയയാണ്. വാഷ് ഏരിയ എന്ന് കഴിയുമ്പോഴത്തേക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ അതിനോടനുബന്ധിച്ചൊരു ബാത്റൂമും എല്ലാം ഉണ്ട്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ നമ്മളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയോ സ്പേസാണ് വേസ്റ്റായി പോകുന്നത്. സെൻട്രലൊരു ഡൂമ് പോലെയൊക്കെ ചെയ്തിട്ടാണ് ഇവരിത് സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. റൗണ്ടിലാണ് അതിൻ്റെ പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെ വലത് സൈഡിലായിട്ടൊരു റൂമുണ്ട് ഈ പാർക്കിങ്ങിൻ്റെ. അത് ഗസ്റ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യമാണ് അതിനകത്തുള്ളത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കിച്ചണുണ്ട്. കിച്ചൺ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ ഈ കിച്ചണിൽ നിന്ന് ഒരു ലിഫ്റ്റ് വരുന്നുണ്ട് നമ്മളെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടൊക്കെയുള്ള സ്ഥലത്തേക്ക്. ഇത് നമ്മുടെ ആ വിൻഡോയിലൂടെ നമുക്ക് അവരുടെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം. താഴത്തെ ഫ്ലോറിലാണ് ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെ ഭാഗത്താണ് സ്വിമ്മിംഗ് പൂളുള്ളതും കാർ പാർക്കിംഗ് ഉള്ളതൊക്കെ. ഇതിൻ്റെ ഡോറുകളൊക്കെ നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഗസ്റ്റ് റൂമാണ്. അതിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളും അതുപോലെ കബോർഡുകളും ഒക്കെ ആയിട്ട് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മാർബിളും അല്ലെങ്കിൽ അതുപോലെ വാൾ ടൈലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഇത് പലതും ചെയ്തിട്ടുള്ളത്. കൂടുതലും മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫ്ലോർ എന്ന് പറയുന്നത് വൈറ്റ് മാർബിളാണ്. വളരെ കോസ്റ്റ്ലിയാണ്. അതിൽ കുറേ ഡിസൈൻസും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ലിഫ്റ്റാണ്. 2 ലിഫ്റ്റുണ്ട് ഈ വീട്ടിൽ. അതായത് ഒന്ന് വ്യക്തികൾക്ക് മുകളിലേക്കും താഴോട്ടും പോകാനൊക്കെ ആയിട്ടും, മറ്റൊന്ന് ചെറിയൊരു ലിഫ്റ്റാണ്. അതായത് ഫുഡ് കിച്ചണിൽ നിന്നും ഏത് ഫ്ലോറിലേക്കാണ് ഫുഡ് പോകണമെന്ന് വെച്ചാൽ ഈ ഫുഡ് എടുത്തിട്ട് ഫുഡിൻ്റെ ഒരു ട്രോളി ഉണ്ടാവും. ആ ട്രോളി ലിഫ്റ്റിലേക്ക് കയറ്റി വെക്കും. ആ ഫുഡ് ഫ്ലോർ ഫസ്റ്റിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പോകും. ഏതാണോ നമ്പർ ഞെക്കുന്ന അവിടെ ചെല്ലുമ്പോൾ അവിടെ ഡോറ് തുറന്ന് ട്രോളി അവിടെ എടുക്കുക, ആ ഫുഡ് അങ്ങോട്ട് സെർവ് ചെയ്യുക. അതൊക്കെയാണ് ഈ ചെറിയ ലിഫ്റ്റിൻ്റെ ഉപയോഗം. അതൊക്കെ നമ്മുടെ നാടുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ അറബി കൾച്ചറിലുള്ള ഒരു സംഭവമാണ്. ഇവിടെ ഭക്ഷണത്തിന് ഒക്കെ അങ്ങോട്ടും അതുപോലെ തന്നെ ഓരോ ഫ്ലോറിലും പാൻട്രിയും കാര്യങ്ങളൊക്കെ സാധാരണ വീടുകളിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒറ്റ ഇതേ ഉള്ളൂ. ഒന്നല്ല, ബേസ്മെൻറ്റിലും ഉണ്ട് ഗ്രൗണ്ടിലും ഉണ്ട് പാൻട്രി, ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള സൗകര്യം. പിന്നെ അതുപോലെ തന്നെ താഴെ ബേസ്മെൻറ്റിലാണ് അവരുടെ സെർവൻ്റൊക്കെ താമസിക്കാനുള്ള സൗകര്യവും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ ഡ്രൈവർക്കും താഴെ പാർക്കിങ്ങിനോട് അടുത്ത് തന്നെയാണ് റൂമുള്ളത്.
ഇതാണ് ആ വീടിൻ്റെ ഒരു വ്യൂ. ഫ്രണ്ട് വശവും ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു പുറത്തൊരു ബാൽക്കണി ഉണ്ട്. അത് എല്ലാ ഫ്ലോറിലും ബാൽക്കണി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നിന്ന് ഇത് പുറത്തുനിന്ന് നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതിൽ നമ്മൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട് കളറ്. അതായത് വാളിലൊക്കെ കാണുന്ന ഡിസൈൻസിലൊക്കെ ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ ഡിസൈൻസിലൊക്കെ വലിയ ഡാർക്ക് കളറുകളൊന്നും യൂസ് ചെയ്യത്തില്ല. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കളറുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നതും അത്രമാത്രം ഫിനിഷിംഗ് ഉള്ള വർക്കുകളുമാണ്. നമ്മുടെ ഓരോ ജിപ്സത്തിൻ്റെയൊക്കെ വർക്കുകൾ എലമെൻസിലൊക്കെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും. അതായത് ഒരു ക്രാക്കോ അല്ലെങ്കിൽ ഒരു എഡ്ജ് പൊട്ട് പോവുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവർ അനുവദിക്കത്തില്ല. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഭാഗമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വെളിയിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഫ്രണ്ട് ഡോറിൻ്റെ ടോപ്പ് ലെവലാണ് കാണുന്നത്. ഫ്രണ്ട് വശത്ത് തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ. ഇത് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നതിനുള്ള മാസ്റ്റർ ഡ്രസ്സിങ് റൂമാണ്. അതുതന്നെ നല്ലൊരു വലിയ റൂമിൻ്റെ സ്പേസ് തന്നെ അതിനുമുണ്ട്. നല്ല ഏരിയ ഉണ്ടത്. അതിനോട് ചേർന്ന് മാസ്റ്റർ ബാത്റൂമുണ്ട്. അതും നല്ല സ്പേസാണ്. അപ്പോൾ ഈ റൂമിലേക്ക് സെറ്റ് ചെയ്യാനുള്ള വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിരത്തിയിരിക്കുന്നത്. ഈ ബാത്റൂമൊക്കെ പറഞ്ഞ് നല്ല പൈസ ചിലവാക്കി നല്ല പണം മുടക്കി ചെയ്തിരിക്കുന്ന മാർബിളാണ് വാളിലൊക്കെ ചെയ്തിട്ടുള്ളത്. വാൾ ടൈലല്ല. അതുപോലെ തന്നെ ഓരോ ഡോറുകളും ബാത്റൂമിൻ്റെ ഡോറ് പോലും കാർവ് ചെയ്തൊക്കെ വളരെ ഭംഗിയുള്ളതാക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ലോക്കലായിട്ടൊരു കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഹെവി ആയിട്ടുള്ള ഡോറുകളാണ് ബാത്റൂമിൽ വരെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമുകളിലും ചെറുതായാലും വലുതായാലും. ഇത് വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബാൽക്കണിയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ഒരു വ്യൂവിൽ വരുന്നത്. ഇതിന് രണ്ട് വശങ്ങളും ഇതേപോലെ തന്നെ സെയിം ഡിസൈനിൽ ബാൽക്കണിയുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ വളരെ ദൂരത്തിലൊക്കെ നമുക്ക് മലകളൊക്കെ കാണാൻ സാധിക്കും. മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഉണങ്ങി നല്ല കരിഞ്ഞു കിടക്കുന്ന സാധനങ്ങളാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലത്തെ മുറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. മുറ്റമൊക്കെ നല്ല മാർബിൾ തന്നെയാണ്. മാർബിളല്ല, കല്ലാണ്. മാർബിൾ പോലത്തെ കല്ലുകൾ, അതായത് ഈ ഗ്രാനൈറ്റ് പോലുള്ള കല്ലുകളാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം വീടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കും. ഇതെല്ലാം VIP ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് എല്ലാവർക്കും ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഒരു വീട് ഉടനെ വലിയ താമസമില്ലാതെ വരും. നമ്മുടെ അടുത്ത തൊട്ടി കാണുന്ന ഒരു വീട് പണിതുകൊണ്ടിരിക്കണം. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഷെഡ് പോലെ കാണുന്നത് ഷെഡല്ല, അത് പോർട്ടോ ക്യാബിനാണ്. അവിടുത്തെ ജോലിക്കാരൊക്കെ തൽക്കാലം ടെമ്പററിയായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീട് പണിയുന്ന കൺസ്ട്രക്ഷൻ തൊഴിലാളിക്കാരൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇത് വളരെ സ്പേസ് കുറവാണ്, പക്ഷേ മാക്സിമം റൂമുകളും ഒക്കെ ആയിട്ടാണ് അവരത് വീട് പണിത് ഉയർത്തുന്നത്. 2-3 നിലയുണ്ടാവും. എല്ലാം ഈ ഭാഗത്ത് 3 നിലയാണ് വീടുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം റോഡിൻ്റെ സൈഡിലാണ്. അതുകൊണ്ട് 2 വശത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട് ഈ വീടുകൾക്കൊക്കെ. കാരണം ഇതിന് 3 പുറകിലും റോഡുണ്ട്, ബാക്കിലും ഫ്രണ്ടിലും ഡോറുണ്ട്. ഇതാ സെൻറ്ററിൽ നിന്ന് വരുന്ന സ്റ്റെയർകേസ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ പെൻറ്റ് ഹൗസിലേക്ക് പോകുന്നത്. എല്ലാ ഫ്ലോറിൽ നിന്നും നമുക്ക് പുറത്തോട്ടിറങ്ങി വെളിയിലെ ദൃശ്യങ്ങളും ഭംഗിയും ഒക്കെ ആസ്വദിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഈ വാളിലും സീലിങ്ങിലും കോർണിഷിലും ഒക്കെ ആയിട്ട് ഒത്തിരി ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല രീതിയിൽ കളറൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ കളറ് വളരെ ലൈറ്റ് കളറുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡെക്കറേഷനൊക്കെ വേണ്ടി. ഇപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മളൊക്കെ നാട്ടിൽ ഇതുപോലത്തെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നല്ല ഡാർക്ക് കളറൊക്കെ ഉപയോഗിക്കുമെങ്കിൽ ഇവിടെ അങ്ങനെ ഡാർക്ക് കളർ യൂസ് ചെയ്യത്തില്ല, വളരെ ലൈറ്റ് കളറുകളാണ്. ഇതൊക്കെ ഓരോ സ്ഥലത്തെയും ബാത്റൂമും ബെഡ്റൂമും ഒക്കെയാണ് ഞാൻ ഈ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിനെക്കുറിച്ചും വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. കണ്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഈ ഓരോ റൂമിൽ നിന്നും വെളിയിലേക്ക് ആക്സസ് ഉണ്ടെന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണിയുണ്ട്. വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കിപ്പോൾ ആ റൂമിൽ താമസിക്കുന്ന വ്യക്തിക്ക് അടുത്ത റൂമിൽ പോകാതെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി നിന്നിട്ട്, അല്ലെങ്കിൽ മെയിൻ ഹാളിലേക്ക് ഇറങ്ങാതെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി നിന്ന് ആ സൈഡിലെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാനും പുറത്തുനിന്നുള്ള വായു ശ്വസിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഈ വീടിൻ്റെ പ്രത്യേകത.
ഇപ്പോൾ ഇത് കാണിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാട്ടിച്ചു തരാം. വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പം ടെറസാണ്. പെൻ്റ് ഹൗസിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ഏരിയയാണ്. ഫ്രണ്ട് ഏരിയയിൽ ഇത്ര ടെറസ് കിടപ്പുണ്ട്. ഇതിന് ശേഷം ഇവിടുന്ന് ഇതിന് മുകളിൽ വീണ്ടും നമുക്ക് സൈഡിൽ കൂടെ ഒരു ഇരുമ്പിൻ്റെ ഏണി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ കയറി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോയാൽ അവിടെയാണ് ഇവിടുത്തെ വീടിൻ്റെ ആവശ്യമായ AC-യും വാട്ടർ ടാങ്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അടുത്ത വീടിൻ്റെ വാട്ടർ ടാങ്കൊക്കെയാണ് നമ്മളപ്പോൾ കാണുന്നത്. തൊട്ട് പള്ളിയുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ്. ഇത് VIP ഏരിയയാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് മൊത്തം പൈസ VIP VVIPകളൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. മിനിസ്റ്റർമാർ വരെ ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഏരിയ മസ്കറ്റിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊന്ന് കയറി നോക്കാം. എന്താണ് ഇതിൻ്റെ മുകളിലുള്ളതെന്നൂടെ നോക്കാം. ഇതാണ് ഈ വീട്ടിലേക്ക് ആവശ്യമായ AC-യും വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. മൊത്തം നടക്കാനുള്ള സ്പേസ് പോലും ഇല്ലാതെയാണ് എല്ലാ സാധനങ്ങളും അതിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുക. എല്ലാ റൂമുകളിലേക്കും പോകുന്ന AC-യും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ടോപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തെ സ്വിമ്മിംഗ് പൂൾ കാണാൻ സാധിക്കുന്നു. അതൊന്നും നമുക്ക് കാണാം. അതുപോലെ തന്നെ അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കറങ്ങി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന 2 ബോക്സ് പോലെ കാണുന്നത് വാട്ടർ ടാങ്കാണ്. അതിൻ്റെ വാട്ടർ ടാങ്കിന് മാക്സിമം പ്രഷർ കൊടുക്കുന്ന ഒരു സാധനമാണ് അവിടെ ഇരിക്കുന്നത്. ആ ബ്ലൂ കളറിൽ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് താഴത്തെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളതും അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ഒക്കെ ഉള്ളതും. നമുക്കതൊന്ന് കാണാൻ ശ്രമിക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കാണാം. ഏറ്റവും ടോപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്കൊന്ന് കറങ്ങി മൊത്തത്തിലൊന്ന് കാണാം. ഇതൊരു ചെറിയ മലമുകളിലാണ് ഈ വീടിരിക്കുന്നത്. ഇതിൻ്റെ ഇതുപോലെ തന്നെ മറ്റു മലകളും അപ്പുറമൊക്കെ ആയിട്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ മലകളൊന്നും അല്ല, എന്നാൽ കുന്ന് പ്രദേശങ്ങളെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ താഴോട്ട് കാണുന്നത് പള്ളിയുടെ പാർക്കിങ്ങാണ് കാണുന്നത്. പള്ളിയാണത്. അത് നമ്മുടെ ഈ താഴെവശത്തെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ റോഡാണ് കാണുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് താമസിക്കുന്ന ഉള്ളവരുടെ വീടുകളൊക്കെ കാണാം. പിന്നെ താഴെ കാണുന്ന ഫ്ലാറ്റാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ വീടിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വീതിയേ ഉള്ളൂ. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ തന്നെ പാർക്കിംഗ് ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഈ കുറഞ്ഞ സ്പേസിൽ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഈ വീട്ടിൽ ഇവർ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കയറി കാണാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാമെന്ന് കരുതിയത്. അപ്പോൾ പെൻ്റ് ഹൗസിൽ ഇനി ആ ഒരു റൂം കൂടെ ഉള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് താഴ്ത്തിറങ്ങാം. അപ്പോൾ ഇവിടെ കാർപ്പൻ്റർമാർ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കമ്പനി തന്നെയാണ് കാർപ്പൻ്ററി വർക്കുകളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റൂമാണ്. ഇതിനും വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബാൽക്കണി, അവിടെയും എല്ലാ റൂമുകൾക്കും ബാൽക്കണി സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഞാനത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോകാം. താഴെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി താഴെ എന്തെല്ലാം കാര്യങ്ങൾ ഇനി നമുക്ക് എടുക്കാനുണ്ട്, ബേസ്മെൻറ്റിൽ എന്തൊക്കെ എടുക്കാനുണ്ടെന്നൊക്കെ വെച്ച് നമുക്ക് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് കാണാം. അപ്പം ഇത് പെൻ്റ് ഹൗസിൻ്റെ ബാത്റൂമാണ്. ഇതുകൂടെ ഒന്ന് കണ്ടിട്ട് താഴോട്ട് എല്ലാ ബാത്റൂമുകളും നമ്മളൊന്ന് കയറി ഇറങ്ങി ഒന്ന് ഓട്ടപ്രദക്ഷിണം ചെയ്തങ്ങ് പോകാം. ഇത് പക്ഷെ മാറ്റ് ഫിനിഷാണ് ഇതിൻ്റെ വാളിൽ. അതുകൊണ്ട് തന്നെ പൊടിയും ചെളിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കഴുകി വാഷ് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളെയൊക്കെ പോലെ തന്നെ ഇവരൊന്നും വൃത്തികേടാക്കത്തില്ല. ബാത്റൂമോ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. അവർക്ക് ആവശ്യമുള്ള സെർവൻസ് ഉണ്ട്. ഇത് ഏറ്റവും ബേസ്മെൻറ്റിലേക്ക് ഞാൻ വീണ്ടും താഴെ വന്നിരിക്കുകയാണ്, ഏറ്റവും താഴെ. അപ്പം ബേസ്മെൻറ്റിലൊരു ഹാളുണ്ട്. ഗസ്റ്റൊക്കെ വന്നു ചെറിയൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഫുഡും പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് ഏറ്റവും താഴെ ഈ ബേസ്മെൻറ്റിലാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രമുള്ള ഒരു സ്പേസാണ് ഈ താഴത്തെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് 1-2 റൂമുകളും കാര്യങ്ങളും. അതുകൂടാതെ സെർവൻറ്റും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്, ഈ ബേസ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഡ്രൈവർക്കും ഈ ബേസ്മെൻറ്റിൽ തന്നെയാണ് റൂം വരുന്നത്. ഈ വീടിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഞാനത് കാണിച്ചില്ല. എവിടെ നോക്കിയാലും ക്യാമറയാണ്. സകല അതായത് റൂമുകൾ, ബെഡ്റൂമുകൾ മാത്രം ഒഴിച്ചിട്ട്
ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്യാമറയാണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത. ഇത്രമാത്രം ക്യാമറ വെച്ചിരിക്കാമെന്ന് നമുക്ക് തന്നെ അറിയില്ല, എണ്ണം അത്രമാത്രം ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയും വെളിയിൽ ഇറങ്ങിയിരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ഹാളിൻ്റെ ഉൾഭാഗമാണ്. ആ ഹാളാണ് ആ സീലിങ്ങിൽ ഡിസൈൻസൊക്കെ ഉള്ളത്. ഇവിടെയാണ് അവരുടെ ഈ വീക്കിലി ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അവർക്ക്. അതായത് ഇവരുടെ സ്വന്തം അടുത്ത കൂട്ടുകാരും ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ ഇടയ്ക്ക് വ്യാഴാഴ്ച ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കുക, അവിടെ ഫുഡും പരിപാടികളും കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ പോവുക, അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കുക. ഇങ്ങനൊരു കൾച്ചർ ഈ അറബിക്ക് ഫാമിലികളിലുണ്ട്. അപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും ഇവർ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ ഒത്തുകൂടും. അവിടെ അവർ ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ചെറിയ തമാശകളും കലാരൂപങ്ങളും ഒക്കെ അവതരിപ്പിച്ച് ഒരു ആഘോഷിച്ച് രാത്രി വളരെ വൈകിയാണ് സാധാരണ പിരിഞ്ഞു പോകാറുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസാണ് ഈ കാണുന്നത്. എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ ഡിസൈൻസും കാര്യങ്ങളും കളറും ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് വരുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫങ്ഷൻ നടക്കുന്നതുകൊണ്ട് ഇവിടേക്കുള്ള ഫുഡ് വരുന്നതും ആ ലിഫ്റ്റ് വഴിയായിരിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, കിച്ചണിൽ നിന്ന് ഒരു ചെറിയ ലിഫ്റ്റ് വരും. ആ ലിഫ്റ്റിൻ്റെ ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് ഫുഡ് വരുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് വരും. അപ്പോൾ ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് സെർവ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ ഒരു കുറച്ച് കബോർഡുകൾ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നല്ലോ, അപ്പോൾ അതിനകത്തേക്ക് വെക്കുക. അതിന് ശേഷം ഇതുണ്ട്, രണ്ട് സൈഡിൽ ഓരോ റെയിലുകളുണ്ട്. ഈ റെയിലുകളെ കൂടിയാണ് ഇതിൻ്റെ വീല് കറങ്ങി താഴോട്ടും മേലോട്ടൊക്കെ പോകും വരുമൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ കാര്യങ്ങൾ. പിന്നെ ഇനി നമുക്കധികം കാര്യങ്ങൾ പറഞ്ഞു പോകാനൊന്നുമില്ല. ഏകദേശം വീടിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചണും കൂടി ഉള്ളു കവർ ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് ഇപ്പോൾ നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം അവിടെ ഒരു വിശാലമായ ഒരു കോറിഡോർ, ഒരു വരാന്ത പോലെ ഒരു സൗകര്യമുണ്ട്. നല്ല വിശാലമായ സ്ഥലമാണ്. അവിടെയും വെറുതെ ആക്കി ഇരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റും. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂള് ഇവർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മിക്ക വീടുകളിലും ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് കാർ പാർക്കിങ്. ഈ വീടിൻ്റെ ഇരുവശങ്ങളിൽ ഇതുപോലെ സ്റ്റെപ്പുണ്ട്. ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിലെ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് നേരെ കിച്ചണിലേക്ക് ചെല്ലുന്നത്. അപ്പം ഈ സ്റ്റെപ്പിന് അടിവശത്തൊരു ശാല സ്പേസ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാനുള്ള സ്ഥലം അവർ ചില ടൈലും ഒക്കെ ഇട്ട് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സൗകര്യങ്ങളാണെന്ന് തോന്നുന്നു. വീട്ടിൽ ആവശ്യമില്ലാത്ത പിന്നെ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ വെക്കാനും പറ്റിയ സ്ഥലമാണ്. ഇവിടെയാണ് അതിൻ്റെ പൈപ്പ് കണക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഗ്യാസ് സിലിണ്ടർ ഇവിടെയാണ് വെക്കുന്നത്. ഇവിടുന്ന് കണക്ട് ചെയ്ത് കിച്ചണിലേക്ക് പോകും. കിച്ചണിലേക്ക് അത് പൈപ്പ് ഇതിലെ മേലോട്ട് പോയിട്ട് കിച്ചണുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കയറി മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കിച്ചൺ കാണാം. കിച്ചണിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വീഡിയോ തീരുകയാണ്. അപ്പം വീഡിയോ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ കിച്ചൻ്റെ വെളിവശമാണ്. അപ്പോൾ ഇവിടെ താഴെ നമ്മൾ കയറി വന്നത് ഗ്യാസിൻ്റെ പൈപ്പ് അടുപ്പിത്തിയാൽ കാണാം. ഇതാണ് കിച്ചൺ. കിച്ചണിലെ വാള് മുഴുവൻ ടൈലാണ്. അപ്പോൾ ആ മുകളിൽ കാണുന്ന സ്പേസ് കണ്ട് അത് ലിഫ്റ്റിൻ്റെ മെഷീനും കാര്യങ്ങളുമാണ് ഇരിക്കുന്നത്. അതിൻ്റെ താഴെ കാണുന്ന ഇതാണ് ഡോർ ലിഫ്റ്റിൻ്റെ. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി ഈ ഡോറിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ട്രേ ഉണ്ടാവും. ആ ട്രേക്കകത്തോട്ടാണ് ഫുഡ് എടുത്ത് വെക്കുക. അവിടെ നിന്ന് മേളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വേറെ ട്രോളിയിലേക്ക് മാറ്റും. അങ്ങനെയാണ്. ഇത് കിച്ചൻ്റെ കബോർഡൊക്കെ പണിയാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടെ ഫ്ലോറിൽ അങ്ങനെ പൊക്കി ചെയ്തിട്ടുള്ളത്. ഇത് വലിയ വലിപ്പമുള്ള കിച്ചണൊന്നുമല്ല, എന്നാലും സാമാന്യ വലിപ്പമുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ ഉണ്ട്. അവരുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ വീടിനെക്കുറിച്ച് ഇപ്പം പറയാനുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാ ഏരിയയും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉള്ളൂ. അപ്പം അറബികളുടെ വീട് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ ഇപ്പം കിട്ടിയിട്ടുണ്ടാകും. കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ആ സമയത്ത് നമുക്കത് കാണിക്കാം. അപ്പം നമസ്കാരം എല്ലാവർക്കും.